ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ ഒക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഗൈസ്, നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു ബ്രോ എന്ന് പറഞ്ഞു, ബ്രോ ഹെഡ് ഷോട്ട് അടിക്കുന്നതിനെ കുറിച്ച് ട്രിക്ക് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാമെന്ന് ചോദിച്ച്. അപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്കത് പറയുന്നത് ഗൈസ്. ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ പഠിക്കണം ഗൈസ്. ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുക. എന്ത് പഠിക്കാൻ പോലും ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകണം. ട്രെയിനിങ് ഫസ്റ്റ് നമ്മൾ ഡെസേർട്ട് അടിക്കാൻ ഇപ്പം ഏത് കണ്ണ മണ്ട പഠിക്കാൻ വേണ്ടി നടക്കുക. ഇപ്പം വുഡ് പെക്കറാണ് ഞാൻ മെയിലിൽ നോക്കുന്നത്. M8 ഞാൻ എടുത്തെന്ന് വുഡ് പെക്കർ ഡെസേർട്ടാണ് ഞാൻ മെയിൻലി നോക്കുന്നത് ഗൈസ്. അപ്പം ഇപ്പം ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ മെയിൻലി കുറച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഡിവൈസ് വേണം. ഡിവൈസ് ഇല്ലെങ്കിൽ നല്ല സെൻസി വേണം ഗൈസ്. നല്ല സെൻസി ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും ഗൈസ്. സെൻസി ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഗൈസ്. പിന്നെ ഹെഡ് ഷോട്ട് കുറച്ച് രീതിയിലുണ്ട്. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഗൈസ്. ഡ്രാഗ് ഹെഡ് ഷോട്ട്, പിന്നെ ഹെഡ് ഷോട്ട്, പിന്നെ ടിക്ക്. ഫസ്റ്റ് ഡ്രാഗ് കാണിച്ചില്ല, സ്ട്രൈറ്റ് ഡ്രാഗ് കണ്ടോ. സ്ട്രൈറ്റായി അടിക്കുമ്പോൾ കറക്റ്റ് തലയിൽ കിടക്കുന്നുണ്ടോ. തലയുടെ എൻ്റെ നിങ്ങൾ നോക്കിക്കാണാൻ അറിയാം, എൻ്റെ തലയുടെ കറക്റ്റ് എയിം പോകുന്നത് കണ്ടോ. ഇതാണ് കറക്റ്റ് സ്ട്രൈറ്റ് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് തലയിൽ കയറുന്നതാണ് കണ്ടോ. കറക്റ്റ് തലയിൽ കയറും. അപ്പോൾ പോലെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയർ ബട്ടൺ നമ്മൾ പോലെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് തലയിൽ കയറിക്കോളും. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ടിക്കാണ്. ടിക്ക് അടിക്കുമ്പോഴാണ് M8ക്ക് ടിക്ക് അടിച്ചാലും കയറി കണ്ടോ. M8ക്ക് ടിക്ക് ഉണ്ടോ. M8ക്ക് ഏത് കണ്ണ് അടിച്ചാലും ടിക്ക് അടിച്ചാൽ കയറും. സുഖം ടിക്ക് അടിച്ചാലും കയറും. അതിപ്പം M8 ആണല്ലോ ACT ആണല്ലോ ഏത് കണ്ണ് അടിച്ചാലും കയറും. അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ കുറച്ച് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടോ, അടിക്കാൻ പറ്റും, ടിക്ക് അടിക്കാൻ പറ്റും, സ്ട്രെയിറ്റ് അടിക്കാൻ പറ്റും. M8ൽ സ്ട്രെയിറ്റ് അടിക്കാൻ കുറച്ച് പാടാണ്, പക്ഷേ നിങ്ങൾ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ ഡെസേർട്ട് നോക്കുകയാണെങ്കിൽ ഡെസേർട്ടിൽ സ്ട്രെയിറ്റ് എല്ലാവരും കയറും. ഇപ്പോൾ ജംപ് ഷോട്ട് പ്ലെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല മൂവ്മെൻ്റ് ഉള്ള പ്ലെയർ ആണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്നാലും പുള്ളി ചാവും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നല്ല മൂവ്മെൻ്റ് ഉള്ള പ്ലെയർ ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ചെന്ന് M8 വെച്ചടിക്കണം. M8 വെച്ചടിക്കുമ്പോൾ പെട്ടെന്ന് ചാവുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ നല്ല സെൻസ് കാണും. ഇതൊരു ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് നമ്മൾ സ്വിച്ച് ചെയ്തടിക്കുക. അത് ഞാൻ കാണിച്ചത്. നമ്മൾ ഇതിൽ പോയിട്ട് ഇതുണ്ടോ, കിക്ക് റിലോഡ് സ്വിച്ച്, അത് നമ്മൾ ഓൺ ആക്കിയിടണം. ഓൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ബട്ടൺ വരും. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്തടിക്കാൻ പറ്റും ഗൈസ്. ചില ആൾക്കാരൊക്കെ സ്വിച്ച് ചെയ്ത് കളിക്കുന്നത്. ഇപ്പം ഡെസേർട്ടും ഉൾപ്പെടെ കണ്ടോ, സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റും ഗൈസ്. ഇപ്പം എനിക്ക് തലയിൽ കയറുന്നില്ല, പെട്ടെന്ന് M8 കയറുന്ന ഗൈസ്. സ്വിച്ച് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗണ്ണ് റിലോഡ് ചെയ്യേണ്ട പെട്ടെന്ന് അടിക്കാൻ പറ്റും. സ്വിച്ച് ചെയ്ത് കളിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമയോടെ കളിക്കണം. അത് സ്വിച്ച് ചെയ്ത് കളിക്കുന്നത് പക്ഷേ കാണാൻ നല്ല രസമായിരിക്കും. സ്വിച്ച് ചെയ്ത് കളിക്കുന്നത് കാണാൻ കണ്ടോ ഗൈസ്. സ്വിച്ച് ചെയ്ത് കളിക്കുമ്പോൾ ഇങ്ങനെ കയറും. അപ്പം ഞാൻ എൻ്റെ വഴിയോടെ സ്വിച്ച് ചെയ്താണ് ഞാൻ കളിക്കുന്നത്. ഞാൻ 4 ഫിംഗർ പ്ലെയറാണ്. സ്വിച്ച് ചെയ്താണ് ഞാൻ കളിക്കുന്നത്. സ്വിച്ച് ചെയ്ത് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറസി കിട്ടും നമുക്ക് ഗണ്ണിന്. ഞാൻ സ്വിച്ച് ചെയ്ത് കളിക്കുന്നത്, എനിക്ക് സ്വിച്ച് ചെയ്ത് കളിച്ചാലേ കളി സെറ്റാകത്തുള്ളൂ. പിന്നെ സ്വിച്ച് ചെയ്ത് കളിക്കുമ്പോൾ ഇത് കണ്ടോ, സ്വിച്ച് കളിക്കുമ്പോൾ കറക്റ്റ് തലയിലേക്ക് കയറും, അടിപൊളിയായിട്ട് തലയിൽ കയറും. പിന്നെ ഇത് കണ്ടോ, നമ്മൾ സ്വിച്ച് ഏത് രീതിയിൽ അടിച്ചാലും കണ്ടോ തലയിൽ തന്നെ എയിം പോക്കുള്ളൂ. എൻ്റെ കണ്ടോ എയിം എൻ്റെ തലയ്ക്ക് തന്നെ പോകത്തുള്ളൂ. കറക്റ്റ് തലയ്ക്ക് പോകുന്നത് എയിമൊക്കെ. അപ്പോൾ സ്വിച്ച് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് എയിം നല്ലതായിട്ട് സ്വിച്ച് ചെയ്ത് അടിച്ചാൽ നമുക്ക് ആക്യുറസി കൂടും. നമുക്ക് അടിക്കുന്നതിനൊരിത് കിട്ടും. പെട്ടെന്ന് ഷോട്ട് പോകും. കറക്റ്റ് ഷോട്ടും പോവും, നല്ലൊരു കളിക്കാനും പറ്റും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത ഞാൻ പറഞ്ഞത്, സ്വിച്ച് ചെയ്ത് കളിക്കുന്നത്. സ്വിച്ച് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അത് നല്ല പ്രാക്ടീസ് ഉണ്ട്. സ്വിച്ച് ചെയ്ത് കളിക്കണമെങ്കിൽ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കളിക്കുന്നതാണ്. ഇപ്പോൾ സ്പെക്കിരിക്കുന്ന ആൾ കളിക്കുന്നതാണ് നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്ലൂ വാൾ സ്പീഡാണ്. ഗ്ലൂ ഇടുന്നതിന് സ്പീഡ് വേണം. അപ്പോൾ നിങ്ങൾ ഗ്ലൂ സ്കൂളിൽ വന്നാൽ മതി. ഗ്ലൂ സ്കൂളിൽ കയറിയിട്ട് ഇത് കണ്ടോ, ഗ്ലൂ സ്കൂൾ ഇവിടെ കയറിയിട്ട് നമ്മൾ ഗ്ലൂ ഇടാൻ കുറച്ച് നമ്മൾ സ്പീഡ് ഗ്ലൂ ഇടാൻ പഠിച്ചാൽ മതി. സ്പീഡ് ഗ്ലൂ ഇടാൻ പഠിച്ചോണ്ടല്ലോ നമുക്കിവിടെ ടൈമർ വന്ന് ഇപ്പം ഇങ്ങനെ ഓരോ സംഭവം കണ്ടോ, അങ്ങനെ ഓരോ ഗ്ലൂ പൊട്ടിക്കുന്ന സംഭവം വരും. നമുക്ക് ഡാമേജ് തരും. നമ്മൾ ആ വട്ടത്തിൽ താഴത്ത് തന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. കണ്ടോ, അതിൻ്റെ ബ്ലോക്ക് ഇപ്പോൾ 2, 3 ആയി 4 കണ്ടോ. അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളിക്കും. നമ്മുടെ ഗ്ലൂ ഇടാനുള്ള ഭയങ്കര സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക് നമ്മളെ എനിമിയിൽ അത്ര പെട്ടെന്ന് അടിക്കാൻ പറ്റത്തില്ല. 1 ടാപ്പൊക്കെ കണ്ടോ നല്ലതായിട്ട് ഇങ്ങനെ ഗ്ലൂവിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ. കണ്ടോ ബ്ലോക്ക് 7 ആയി 8 ആയി. നമ്മളിങ്ങനെ പെട്ടെന്ന് ഗ്ലൂ ഇടാൻ പഠിക്കുകയാണെങ്കിലുണ്ടല്ലോ, അപ്പോൾ എതിരെ വരുന്ന എനിമിക്ക് കുറച്ച് പാടായിരിക്കും. അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രോ പ്ലെയറാണെന്ന് കുറിച്ച് അങ്ങനെയെങ്കിലും മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ പഠിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഇട്ട് കണ്ടോ അവസാനമാകുമ്പോൾ കണ്ടോ 134 ഗ്ലൂ ഞാൻ ടോട്ടലി സേവ് ചെയ്ത് 34 വട്ടം സർവൈവ് ചെയ്ത് കണ്ടോ. HP ഒരു തുള്ളി പോലും കൊണ്ടിട്ടില്ല, 200 തന്നെയാണ്. എന്നിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കും. ഇപ്പോൾ എക്സിറ്റ് അടിച്ച് നമ്മൾ തിരിച്ചു വരിക.
ഗ്ലൂ ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ കളിയൊക്കെ മാറും. ഗ്ലൂവിൻ്റെ സ്പീഡൊക്കെ കൂടി കഴിഞ്ഞുണ്ടല്ലോ, കളി കാണാൻ അടിപൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. ഗ്ലൂവിൻ്റെ സ്പീഡും വൺ ടാപ്പ് അടിക്കാൻ എളുപ്പമാണ്. ടിക്ക് ചെയ്ത് വിടുക, യു അടിക്കുക, ഡ്രാഗ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി സെറ്റായി കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് ഡിവൈസാണെങ്കിലും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു സെൻസിയുടെ വീഡിയോ. അതായത് കുറേ ഡിവൈസിൻ്റെ 2GB റാം, 4GB റാം, 12GB റാം, അങ്ങനെ കുറേ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് നല്ലൊരു സെൻസി നിങ്ങളുടെ ഫോണിൽ സെറ്റാകുന്ന സെൻസി എടുത്തിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ യു അടിച്ചും ടിക്ക് അടിച്ചൊന്ന് കളിച്ചോ കേസ്. കറക്റ്റ് അടിപൊളിയായിട്ട് കയറും കേസ്. അത് ഉറപ്പാണ്, ഷുവറായിട്ടും. നമ്മൾ നല്ല പ്രാക്ടീസും വേണം. അതല്ലാതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പോയി കൂട്ടുകാരന്മാരെ വലിയ വിളിക്കല്. കുറച്ച് പ്രാക്ടീസ് വേണം നമുക്ക്. ഞാൻ തന്നെ ഒരു 2-3 മാസമൊക്കെ എടുത്താണ്, മിനിമം 5 മാസമൊക്കെ എടുത്താണ് ഞാൻ വൺ ടാപ്പ് അടിക്കാൻ പഠിച്ചത് തന്നെ. പണ്ടൊക്കെ ഞാൻ മറ്റേ എന്ത് പറയുന്നത് റൈസറിൻ്റെ കളിയെ കണ്ട് നമുക്ക് അവരടിക്കുന്ന രീതി മനസ്സിലായി. അവർ ഡ്രാഗ് ചെയ്ത് അടിക്കുന്നത്. അപ്പോൾ ഡ്രാഗ് ചെയ്ത് അടിക്കുമ്പോൾ കറക്റ്റ് തലയിൽ കയറും. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. ഡ്രാഗ് ചെയ്ത് അടിക്കുന്നതും യു അടിക്കുന്നതും ടിക്ക് അടിക്കുന്നത്. ചില ആൾക്കാർ ടിക്ക് അടിക്കാൻ പറയും. നിങ്ങൾ ടിക്ക് അടിക്കുന്നത് എന്ത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ. ഇപ്പം നിങ്ങൾ ടിക്ക് അടിക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ടിക്ക് അടിച്ചു പോവുക. പിന്നെ നല്ല സെൻസി, ടിക്ക്, യു അടിക്കണം. ഇപ്പം ഷോർട്ട് റേഞ്ചൊക്കെ നിങ്ങൾക്ക് പറ്റിയ കണ്ണേ അത് വെച്ച് കളിക്കണം. ഇപ്പം ഞാൻ കുറച്ച് കളിയുടെ ക്ലിപ്പ് കാണിച്ചില്ല, ഞാൻ കളിച്ച കളിയിൽ ഇത് ഞാൻ ഡ്രാഗ് ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ട്. അവൻ ജംപ് ഷോട്ട് പ്ലെയറാണ്. ഞാൻ ഡ്രാഗ് ഹെഡ് ഷോട്ട് അടിച്ചത്. ഇതും അതേപോലെ ഒരു ഡ്രാഗ് ഷോട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആ ഞാൻ ഇടുന്ന ഗ്ലൂവിൻ്റെ സ്പീഡോട് നോക്കിയാൽ മതി കേട്ടോ. ഇത് കറക്റ്റ് യു അടിച്ചപ്പോൾ തല കയറി. നമ്മൾ ഗ്ലൂവിൻ്റെ സ്പീഡോടെ കളിച്ചുകൊണ്ടല്ലോ അടിപൊളിയായിരിക്കും. കറക്റ്റ് ഗ്ലൂ ഇടണം. ഈ റൗണ്ട് ഞാൻ സ്വിച്ച് ചെയ്ത് അടിക്കുന്നത് നോക്കണേ. കറക്റ്റ് വെച്ച് അടിച്ച് അടുത്ത കയ്യിൽ എൻ്റെ കണ്ണ് വന്നേതെന്ന് കണ്ടോ ഡെസേട്ടാ. സ്വിച്ച് അടിക്കുമ്പോൾ കുറച്ച് ആക്യുറസി നമുക്ക് നല്ലതായിട്ട് കൂടും. പിന്നെ നമ്മൾ ഗ്ലൂ ഇടുന്ന സ്പീഡ് കണ്ടോ. അവൻ എനിമിയെ നമ്മൾ എപ്പോൾ പുറത്തിരുന്നോ അപ്പോൾ നമ്മൾ ചുമ്മാ അടിച്ചില്ലെങ്കിലും ഡ്രാഗ് ഒന്ന് ചെയ്ത് വിടുക. ചിലപ്പം കയറും, ചക്കയാണെങ്കിൽ ചിലപ്പോൾ ചക്ക അടിച്ച് കയറുകയും ചെയ്യും. അപ്പം ഗ്ലൂ ഇടുന്ന സ്പീഡ് കൊണ്ട് അടിക്കുക കഴിയുമ്പോൾ നിങ്ങൾ കളി മാറുക. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക. ഗ്ലൂ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ഹെഡ് ഷോട്ട്, രണ്ടാമത്തത് ടിക്ക്, മൂന്നാമത്തത് യു. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ റിലോഡ് മറ്റേ സ്വിച്ച് ചെയ്ത് കളിക്കുക. സ്വിച്ച് ഹെഡ് ഷോട്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇതൊക്കെ വെച്ച് കളിക്കണം. പിന്നെന്ന് പറയുമ്പം പിന്നെ സെൻസിറ്റി സെറ്റാക്കി കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റാക്കുമ്പം അടിപൊളി കളി വരും. അപ്പം എൻ്റെ സെൻസി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. വേണ്ടവർ അവിടെ പോയി എടുക്കുക. അല്ലാത്തവർ നിങ്ങളുടെ ഫോണിൽ സെറ്റായ സെൻസി ഉണ്ടെങ്കിൽ അത് വെച്ച് കളിക്കുക. മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് സബ്ബും ചെയ്യുക. നമ്മൾ 60 സബ്ബ് ആവാറായി. എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി വല്ല വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ ബൈ, സീ യു.